പോസ്. റെസ്റ്റോറന്റ് പോസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പോസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ, ഫ്ലോർ, കൗണ്ടർ എന്നിവ ക്രിയേറ്റ് ചെയ്യണം. അത് യൂട്ടിലിറ്റീസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കൗണ്ടർ സെലക്ഷൻ, ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവയെല്ലാം കാറ്റഗറീസ് ആണ്. ഇവ ഇൻവെന്ററിയിലെ സ്റ്റോക്ക് കാറ്റഗറിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റാർ ഓപ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫേവറേറ്റ്സ് ആണ്. ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ ആഡ് ടു ഫേവറേറ്റ്സ് എന്ന് കൊടുത്താൽ ആ പ്രോഡക്റ്റ് ഫേവറേറ്റ്സിലേക്ക് ആഡ് ആവുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ ടേബിൾ ക്രിയേഷൻ ആണ്. ഇവിടെ ആദ്യം ഫിൽ ചെയ്യേണ്ടത് ടേബിൾ പ്രീഫിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു DFG കൊടുക്കുന്നു. ദെൻ നമ്പർ ഓഫ് ടേബിൾസ് 1 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം ഫ്ലോർ സെലക്ട് ചെയ്യുന്നു. അതിനൊപ്പം നമ്പർ ഓഫ് ചെയർസ് 2 എന്ന് നൽകുന്നു. സേവ് ചെയ്താൽ ടേബിൾ ക്രിയേറ്റ് ആകുന്നതാണ്. ഇനി ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അതിനാദ്യം ഒരു ടേബിൾ സെലക്ട് ചെയ്ത് ദെൻ റിസർവേഷൻ നൽകുക. കസ്റ്റമറുടെ പേരും നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് റിസർവേഷൻ ടൈം എല്ലാം നൽകി സേവ് ചെയ്താൽ നമുക്ക് റിസർവേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ആണ്. നമുക്കൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് ആഡ് ടു ഔട്ട് ഓഫ് സ്റ്റോക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് ആഡ് ടു ഇൻ സ്റ്റോക്ക് അപ്ലൈ ചെയ്താൽ സ്റ്റോക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഒരു KOT പ്രിന്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഡൈനിങ് ആയതിനാൽ ഡീഫോൾട്ടായി വരുന്നത് ക്യാഷ് കസ്റ്റമർ ആണ്. പേര് നൽകിയും നമുക്കിവിടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോർ, ടേബിൾ എന്നിവ സെലക്ട് ചെയ്യുക. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൊടുത്ത ശേഷം പ്രൊസീഡ് ടു KOT ക്ലിക്ക് ചെയ്യാം. KOT ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ KOTയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ സെലക്ട് ചെയ്യാം. മറ്റൊരു പ്രോഡക്റ്റ് കൂടി കൊടുത്ത ശേഷം അപ്ഡേറ്റ് KOT സെലക്ട് ചെയ്താൽ KOT അപ്ഡേറ്റ് ആക്കാൻ സാധിക്കും. ശേഷം KOTയിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ടു ബിൽ എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ദെൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ടു ബിൽ ആൻഡ് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻസ് വരും. പ്രൊസീഡ് ടു പേയ്മെന്റ് സെലക്ട് ചെയ്യുക. അവിടെ ഡീഫോൾട്ട് ആയിട്ട് ക്യാഷ് എന്നുള്ള ഒരു സെലക്ഷൻ ആണ് വരുന്നത്. കൂടാതെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ സേവ് പേയ്മെന്റ് നൽകുക. ഇവിടെ നമ്മുടെ പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി ബിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഇൻവോയ്സ് കൊടുത്താൽ നമുക്ക് ബിൽ വ്യൂ ആവുന്നതാണ്. എല്ലാ ബിൽസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ബിൽസ് എന്നുള്ള ഓപ്ഷൻസിൽ ലഭിക്കുന്നതാണ്. പെൻഡിങ് ബിൽസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇവിടെ പെൻഡിങ് ബിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ പേയ്മെന്റ് കംപ്ലീറ്റഡ് ആയ ബിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വ്യൂ ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ മെർജ് ബിൽസ് ആണ്. മെർജ് ബിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം മെർജ് ചെയ്യേണ്ട ബിൽ സെലക്ട് ചെയ്യുക. ദെൻ പ്രൊസീഡ് ടു മെർജ്. അതിനുശേഷം യെസ് ക്ലിക്ക് ചെയ്താൽ ബിൽസ് മെർജ് ആവുന്നതാണ്. ഡൈനിങ് പോലെ തന്നെ നമുക്ക് ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ക്യാഷ് കസ്റ്റമറും അഡ്രസ്സും ആഡ് ചെയ്യാം. കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത് അഡ്രസ്സും നൽകുക. അതേപോലെ തന്നെ ടേക്ക് അവേ വാക്കിംഗ് എന്നുള്ളതിനുള്ള അവൈലബിൾ ആണ്. ഇനി KOT ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. KOT ഓഫ് ചെയ്യാം. ദെൻ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ക്യാഷ് കസ്റ്റമർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബിൽ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ബിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ യെസ് ഹോൾഡ് ബിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി അതിൽ അൺഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഹോൾഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അൺഹോൾഡ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കുക. അതുപോലെ ഏത് മോഡിലാണ് പേയ്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് പേയ്മെന്റ് കൊടുത്താൽ പേയ്മെന്റ് സക്സസ്ഫുൾ ആവുന്നതാണ്. പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഇൻവോയ്സ് കൊടുക്കാവുന്നതാണ്. ആ ബിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ബിൽസ് എന്നുള്ള ഓപ്ഷനിൽ കിട്ടും. അതുപോലെ പെൻഡിംഗ് ആണ്, പെൻഡിംഗ് ബിൽസ് കാണാം. അതുപോലെ തന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് വ്യൂ ചെയ്യാവുന്നതാണ്.